ഇറാനും റഷ്യയും തുടർച്ചയായി ഉപരോധങ്ങളെ നേരിടുന്ന രാജ്യങ്ങളാണ്. ഇതിൽ അനുഭവസമ്പത്ത് കൂടുതൽ ഇറാനാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഉപരോധങ്ങൾ കൊണ്ട് ശക്തി ആർജിച്ച രാജ്യവുമാണ് ഇറാൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ന് റഷ്യ. ഇത്തരം ഉപരോധങ്ങളെ ഇറാനും റഷ്യയും എങ്ങനെയായിരിക്കും അതിജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രണ്ട് രാജ്യങ്ങളുടെയും പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്ന് എണ്ണ വിൽപ്പനയുമാണ്. കഴിഞ്ഞ ദിവസം റോയിറ്റേഴ്സ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കള്ളക്കടത്തിലൂടെ റഷ്യയും ഇറാനും ഉപരോധങ്ങളെ മറികടന്ന് എണ്ണ വിൽപ്പന നടത്തുന്നു എന്നാണ്. എന്നാൽ ഇനി അത്തരം ഷോർട്ട് കട്ട് ഇല്ലാതെ തന്നെ റഷ്യയ്ക്കും ഇറാനും ഏഷ്യൻ രാജ്യങ്ങളുമായി വ്യാപാരം നടത്താൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഒരുങ്ങുന്നത് അല്ലെങ്കിൽ പോകുന്നത്. ഇതിനായി പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഈ പദ്ധതിയിൽ നിർണായക സ്ഥാനത്തുണ്ടാവുക നമ്മുടെ ഇന്ത്യയാകും. മാത്രമല്ല പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനെ പദ്ധതിയുമായി സഹകരിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. അതായത് കൃത്യമായ ചേരി തന്നെ ഇവിടെ രൂപപ്പെടുന്നു എന്ന് നമുക്ക് നോക്കിക്കാണാൻ പറ്റും. അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന പാകിസ്ഥാൻ ഔട്ട്, പകരം റഷ്യയും ഇന്ത്യയും തന്ത്രപരമായി അംഗീകരിച്ച് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഒരു നിർണായക നീക്കത്തിന്റെ ഭാഗമാകുന്നു. ഇതാണ് ഈ പദ്ധതിയുടെ നയതന്ത്രപരമായ പ്രാധാന്യം.